ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം മഴക്കാലം തുടങ്ങിയതുകൊണ്ട് തന്നെ രാവിലെ വെളിച്ചം വെക്കാനൊക്കെ കുറച്ച് പാടാണ്. നല്ല തണുപ്പും നല്ല മഴയും ഒക്കെ ആണല്ലോ ഇപ്പോൾ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും സേഫാണെന്ന് വിചാരിക്കുന്നു. ആർക്കും പ്രയാസങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ അല്ലേ. അങ്ങനെ ഇപ്പം ആദ്യമൊക്കെ മഴ കാണുമ്പോൾ നല്ല സന്തോഷമായിരുന്നു. പക്ഷെ ഇപ്പം മഴ കാണുമ്പം ഇങ്ങനെ നിർത്താതെ പെയ്യുന്ന മഴ കാണുമ്പം ഒരു ബേജാറാണ് ഉള്ളിൽ. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ സംഭവിക്കുമോ എന്നൊരു ബേജാറ് തോന്നും, ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവും. അപ്പം ആർക്കും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ ഡേ കുറച്ച് സ്പെഷ്യലായിരുന്നു കേട്ടോ. നമുക്കിന്ന് കുറച്ച് വിരുന്നാരുണ്ട്. നമ്മുടെ കുടുംബക്കാർ തന്നെ, പിന്നെ ഹസ്ബൻഡിൻ്റെ പെങ്ങളും മക്കളും, അതുപോലെ ഏട്ടൻ്റെ മക്കളും ഭാര്യ എല്ലാവരും കൂടെ നമ്മളങ്ങനെ കുടുംബം എല്ലാവരും കൂടെ ഒന്ന് ഒത്തുചേരുകയാണ്. നമ്മളിങ്ങനെ വെക്കേഷനൊക്കെ ആകുമ്പോൾ നമ്മളിങ്ങനെ കൂടാറുണ്ട്. ആ ഒരു റിയൂണിയനാണ് കേട്ടോ ഇന്ന്. അപ്പം എന്താ പറയുക, മുറ്റം മഴക്കാലമായതുകൊണ്ട് തന്നെയുള്ളൊരു മെച്ചമെന്ന് പറഞ്ഞാൽ മുറ്റടിച്ച് തരണ്ടെന്നുള്ളൊരു ലാഭമുണ്ട്. അതേപോലെ തിരുമ്പിയതൊന്നും മടക്കാനുണ്ടാവില്ല. അപ്പം ചെടികളൊക്കെ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇലച്ചെടികൾക്ക് പ്രത്യേക ഭംഗി വരും നമ്മളെ ഈ മഴക്കാലം വന്നാൽ. പൂക്കളധികം ഉണ്ടാവില്ലല്ലോ, അധികം ഇലകളെല്ലാം ഉണ്ടാവുക. ഇലച്ചെടി നല്ലോണം വളരും, ചെടികൾക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാവും. അപ്പം ഇതൊക്കെ ഇങ്ങനെ കണ്ട് ജസ്റ്റ് പിന്നെ കുറേ സമയം നമ്മൾ നോക്കിക്കൊണ്ടിരുന്നാൽ നമ്മളൊരു പണി നടക്കില്ല. എനിക്കിങ്ങനെ എന്താ പറയുക, ഈ ഒരു മഴക്കാലത്ത് എനിക്കെന്നല്ല എല്ലാവർക്കും അങ്ങനെ തന്നെ ആവില്ലേ, കിടക്കാൻ തന്നെ ആവും പൂതി. അപ്പോൾ ഇങ്ങനെ അകത്തേക്ക് വന്നപ്പോൾ എൻ്റെ മോള് കളിക്കുന്ന സാധനങ്ങളാണ് കേട്ടോ. അപ്പം ഇതൊക്കെ ഒന്ന് പെറുക്കിയിടാണെന്ന് എല്ലാവരും വരും. വന്നു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ പരത്തിയിട്ടൊന്ന് ഉറപ്പാണ്. എന്നാലും ജസ്റ്റ് നമുക്ക് കാണാനൊരു സുഖത്തിന് വേണ്ടിയിട്ട് ഒക്കെ ഒന്ന് പെറുക്കിയിലേക്ക് ഇടുകയാണ് കേട്ടോ. മോള് നീറ്റ് വന്നാൽ ആദ്യം എടുക്കുന്ന പണി ഈ ഒരു പണിയാണ്. നന്നായിട്ട് ചെരിഞ്ഞ് ഇവിടെ പുറത്തേക്ക് ഇടും. ആ ഒരു പണിയാണ് അവൾ എണീറ്റ് വന്നാൽ ആദ്യം തന്നെ എടുക്കുക. എനിക്കാണെങ്കിൽ ഇത് പൊറുക്കി കിടക്കുന്ന പണി ഭയങ്കര ദേഷ്യമാണ്. കാരണം ഇത് കുറേ പീസ് സംഭവങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളെ വീട്ടിലെന്തെങ്കിലും കാണാതായാൽ അതിൽ നോക്കിയാൽ മതി, ഓളയിൽ എടുത്തുകൊണ്ടിട്ടുണ്ടാവും. എന്ത് സാധനം കളിക്കാൻ എടുത്തുകൊണ്ടുപോകും, അതൊക്കെ അതിൽ കൊണ്ടുപോയി വെക്കും. അപ്പോൾ കാണാതായാൽ അതിൽ നോക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടും. ഈ കളിപ്പാട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് വാങ്ങിയതൊന്നുമല്ല, എൻ്റെ മൂത്ത മോളതും എല്ലാം ഉണ്ടായില്ല. പിന്നെ വീട്ടിൽ ഒഴിവാക്കണ സകല സാധനങ്ങളും അതിലുണ്ടാവും, ഓളെ കയ്യിലുണ്ടാവും. ഒഴിവാക്കണ മീൻസ് നമ്മളെ ഈ ഒരു പൊട്ടി പാത്രങ്ങളോ കുപ്പീൻ്റെ മൂടിയോ അതൊക്കെ ഓളെ കയ്യിൽ ആ ഒരു കളിക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് പോകും. പിന്നെ ഞാൻ വിചാരിക്കും കുട്ടികളുള്ളപ്പോഴല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ, ഓരൊക്കെ വലുതായി കഴിഞ്ഞാൽ നമുക്കിതൊക്കെ മിസ് ചെയ്യൂലേ. അപ്പോൾ പിന്നെ ഞാൻ ചില സമയത്ത് പൊറുക്കിയിടൂല, എന്ന പോലെയൊക്കെ വരുന്നതുകൊണ്ട് ഞാൻ ഒക്കെ ഒന്ന് പൊറുക്കിയിടാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഞാനൊരു ഭാഗത്തേക്ക് നീക്കി വെച്ചിട്ട് അടിച്ച് തുറക്കലാണ് കേട്ടോ. കാരണം പൊറുക്കിയിട്ടിട്ട് കാര്യമില്ല, എല്ലാവരും മക്കളും അങ്ങനെയൊക്കെ തന്നെ ആവില്ലേ. വിചാരിക്കും വലുതായി കഴിഞ്ഞാൽ അതൊക്കെ മിസ് ചെയ്യും. ഇനിയിപ്പം കുറേ ചെടികളുടെ വീഡിയോസൊന്നും ഇടാൻ കഴിയില്ല, പുറത്തേക്ക് ഇറങ്ങാൻ കഴിയൂല. ഞാൻ കുറേ മാറ്റങ്ങളൊക്കെ വരുത്തണം, ചെടികൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, കുറേ ചെടികൾ വാങ്ങണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മക്കൾ ചെറിയ കുട്ടികളുണ്ടാകുമ്പം പുറത്തേക്ക് ഓളായിട്ട് ഇറങ്ങാൻ തീരെ പറ്റില്ല. കൊതുക് ഭയങ്കര അലർജിയാണ്. അപ്പം മേലൊക്കെ കൊതുക് കടിച്ചിട്ട് ഇങ്ങനെ കലകൾ വരും. അപ്പോൾ ഞാൻ ഓളായിട്ട് അധികം പുറത്തേക്ക് അങ്ങനെ ഇറങ്ങലില്ല. അപ്പോൾ ഉറങ്ങുന്ന സമയം എന്ന് പറഞ്ഞാൽ ഒരു 2 മണിക്കൂറൊക്കെ അല്ലേ മാക്സിമം പകൽ സമയത്ത് ഉറങ്ങുള്ളൂ. അത് വേഗം നമ്മൾ ആ ഒരു ഉറങ്ങുന്ന സമയത്ത് വേറെ എന്തെങ്കിലും പണിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതെടുത്ത് കഴിയുമ്പോഴത്തേന് എണീക്കുകയും ചെയ്യും. പിന്നെ പുറത്തേക്ക് ചെടീൻ്റെ ഒരു പണികൾ അങ്ങനെ എടുക്കാൻ കഴിയില്ല. അപ്പം എപ്പോഴെങ്കിലുമൊക്കെ ഞാൻ മക്കളാക്കിയിട്ടൊക്കെ ഞാൻ ഇറങ്ങുകയാണെങ്കിൽ തന്നെ കുട്ടികളൊന്നും എല്ലാ സമയം നോക്കില്ല. കാരണം കുറച്ചൊരു കുരുത്തക്കേടുള്ള ടൈപ്പാണ്, അവിടെ കയറി ഇവിടെ കയറി. ഇതിനൊക്കെ ശേഷമാണ് ഞാൻ മോൾ ഉറങ്ങുകയാണ്, ചെറുതൊന്നും നീറ്റിട്ടില്ല, നല്ലോണം നേരം വെളുത്തിട്ടില്ല കേട്ടോ. ചായ ഉണ്ടാക്കുന്ന സമയമൊക്കെ ആയിട്ടുള്ളൂ. പിന്നെ ബെഡൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് പുറത്തൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ട് റൂമിൽ നിന്ന് പുറത്തേക്ക് പോയിട്ട് വേണം ചായപ്പരിപാടി തുടങ്ങാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ എന്നാണോ ഇത് മടക്കി വെക്കാത്തത് അന്നായിരിക്കും വിരുന്നാർ വരിക. അപ്പം ഞാനിത് എന്നും രാവിലെ ഇതൊക്കെ മടക്കി ക്ലീനാക്കിയിട്ടാണ് പോരുക. കാരണം ഇതെടുത്ത് വെക്കാത്ത ദിവസം ആരെങ്കിലുമൊക്കെ വരും. അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് ലെവലാക്കി, പ്രത്യേകിച്ചൊന്നും ചെയ്യാനല്ല, ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ഒന്ന് കുടുക്കി വെച്ച് ഒന്ന് ക്ലിയറാക്കി വലിച്ചിടാനുള്ളൂ. ബെഡ്ഷീറ്റൊക്കെ ഞാൻ ഇതിന് മുന്നേ ഞാൻ ബെഡ്ഷീറ്റ് വിരിക്കുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ ബെഡിൽ നിന്ന് പോകാതിരിക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റിയ സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ തിരുമ്പാനുള്ള സംഭവങ്ങളൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഞാൻ വാഷിംഗ് മെഷീനിലാണ് അലക്കൽ. എൻ്റെ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ കംപ്ലൈൻ്റ് ആയിട്ടുണ്ടായിരുന്നു. വേൾപൂളിൻ്റെ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനായിരുന്നു. 3.5 കൊല്ലം ഉപയോഗിച്ചപ്പോഴത്തേക്ക് കംപ്ലൈൻ്റ് ആയി. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ ഒരു LGൻ്റെ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ വാങ്ങിയത് കേട്ടോ. കാരണം എന്താ പറയുക, ഓട്ടോമാറ്റിക് ആകുമ്പം നമുക്ക് ഉപയോഗിക്കാനൊക്കെ എളുപ്പം ഓട്ടോമാറ്റിക് തന്നെയാണ്. പക്ഷേ
കംപ്ലൈൻറ്റുകൾ വരുന്നുണ്ട്. പിന്നെ എൻ്റെത് പുറത്തായിരുന്നു, അവിടെ ശീതളടിച്ച് നനയുന്നുണ്ടായിരുന്നു. ഇവിടെ തന്നെ കിച്ചണിൽ തന്നെ ഗ്യാസിലൊക്കെ ഉണ്ടോ ഈ ഓട്, മിക്സ്ഡ് ഓടായതുകൊണ്ട് ഒറ്റപ്പാത്തിയും ഒന്നിച്ചായതുകൊണ്ടാണ് അവിടെ ലീക്ക്. പിന്നെ അന്ന് മോക്ക് വയറിന് ചെറിയ പ്രശ്നം, ദഹനക്കേടായതാണ്. അപ്പം ചായ ഒന്നും കുടിക്കുന്നുണ്ടായില്ല, കഞ്ഞി തന്നെ ആദ്യം കൊടുത്തത്. പിന്നെ നമ്മൾ ചായക്കുള്ള ദോശക്കുള്ള മാവാട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കുറേ പ്രാവശ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ വ്ളോഗിൽ, നമ്മൾ ദോശ ഉണ്ടാക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ ദോശ മലപ്പുറത്ത് മാത്രം ഉണ്ടാക്കുന്ന ദോശയാണെന്ന്, വെള്ളം നീട്ടിപ്പാർന്നിട്ട് ഉണ്ടാക്കി കലക്കി ചൂടണം. എൻ്റെ അടുത്ത് ഉണ്ടോയെന്ന് അറിയില്ല. ഇപ്പോൾ യൂട്യൂബൊക്കെ ഉള്ളതുകൊണ്ട് എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ടാവും. അധിക വീടുകളിലും അധിക ദിവസവും ദോശയായിരിക്കില്ലേ. അപ്പം ഞാൻ എന്താ പറയുക, കുറേ നീട്ടാൻ പറ്റില്ല. കുറേ നീട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് പേരേ ഉള്ളൂ, മോനും മോളൊന്നും എൻ്റെ വീട്ടിലായതുകൊണ്ട് തന്നെ ഒരു ഉച്ചയാകുമ്പോഴത്തേന് എടുത്തുള്ളൂ. അപ്പോൾ കുറച്ച് അരി ഇട്ടിട്ട് കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ വിരുന്നുകാരൊക്കെ വരുമ്പോഴത്തേന് ഈ പണികളൊക്കെ തീർക്കും വേണം. ഇവളുടെ മെയിൻ പരിപാടി ഈ പാത്രങ്ങൾ എടുത്തിട്ട് കളിക്കലാണ് കേട്ടോ. നമ്മുടെ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ എടുത്തിട്ടാണ് മുപ്പത്തേരെ കളി ഉണ്ടാവുക. ഞാൻ ഈ ദോശ ചുടുന്ന ഇടയിൽ കൂടെ തന്നെ ചിക്കനും കൂടി കഴുകി വൃത്തിയാക്കുന്നുണ്ട്. അപ്പം ഇതാണ് കേട്ടോ, ഇങ്ങനെയാണ് നമ്മൾ ദോശ ഉണ്ടാക്കൽ. എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും, ഇപ്പോൾ എല്ലായിടത്തും എത്തിയിട്ടുണ്ടാവും. പക്ഷേ എന്താ പറയുക, എന്നോട് ഇവിടെ ഈ പ്രോഡക്റ്റ് കൊണ്ടുവരുന്നൊരു കുട്ടി ദിവസം ക്ഷീണിച്ചിട്ട് എന്നോട് ചായ ഉണ്ടോയെന്ന് ചോദിച്ചപ്പം കൊടുത്തപ്പോൾ എന്നോട് പറഞ്ഞത് ഇത് നമ്മളവിടെ ഒന്നും ഈ ദോശ ഇല്ലയെന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഓരോ വീട്ടിലില്ലാത്തതാണോ മൊത്തത്തിൽ അവിടെ ഇല്ലാത്തതാണോ എന്താണെന്ന് അറിയില്ല. നല്ല അടിപൊളിയാണ് കേട്ടോ. ഞാനതിന് കറിയൊന്നും ഇല്ലെങ്കിലും ഞാനത് കഴിക്കും, ചായയിലൊക്കെ മുക്കിയിട്ട് കഴിക്കും. എനിക്ക് നല്ല ഇഷ്ടമാണ് ദോശ. ഞാനത് ചായ മുക്കിയിട്ടാണ് കഴിക്കുന്നത് കേട്ടോ, കറി കൂട്ടാതെ. അങ്ങനെ എല്ലാ ദോശകളും ഞാൻ ചുട്ടെടുത്തു. കുറേയൊന്നുമില്ല, കുറച്ചായിരുന്നു ഉണ്ടായത്, ഞാനും ഹസ്ബൻഡും മാത്രമായതുകൊണ്ട്. എന്നിട്ട് തന്നെ അത് ബാക്കിയായിരുന്നു. അതിലേക്ക് ഇപ്പുറത്ത് കടായും സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ. പിന്നെ കോഴി കുറേ വെള്ളത്തിൽ കഴുകിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറേ കട്ട് ചെയ്ത് കളഞ്ഞതാണ്. പിന്നെ ഓരോന്നെടുത്തിട്ട് കഴുകി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കാണുന്നവരിൽ ഇപ്പോൾ വിചാരിക്കും വൃത്തിയായിട്ട് കഴുകിയിട്ടില്ല എന്ന്. അതൊന്നുമല്ല, ഞാൻ നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. അതിലുള്ള ബ്ലഡിൻ്റെ അംശമൊക്കെ പോക്കിയിട്ട് വീണ്ടും ഓരോരോ ഇതെടുത്തിട്ട് കഴുകുകയാണ്, അതിൻ്റെ ഉള്ളിലൊക്കെ ഉള്ളത് പോക്കിയിട്ട്. ഇവിടെ ഞങ്ങൾ മുസ്ലിംസിൻ്റെ എല്ലാ വിശേഷപ്പെട്ട പരിപാടികൾക്കും ഈ ഇറച്ചിയും പിന്നെ അതേപോലെ കോഴിയും ഒക്കെ ഉണ്ടാവും കേട്ടോ, സ്ഥിരമായിട്ടുണ്ടാവും. പച്ചക്കറി കഴിക്കൂല എന്നല്ല, പക്ഷെ നമ്മുടെ മൊത്തത്തിൽ അങ്ങനെയാണല്ലോ. മുസ്ലിംസിൻ്റെ എല്ലാ വിശേഷ പരിപാടികൾക്കും സൽക്കാരങ്ങൾക്കൊക്കെ ഇറച്ചിയും കോഴിയൊക്കെ ഉണ്ടാവും. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ കട്ടൻ ചായ കുടിക്കണം കേട്ടോ. കട്ടൻ ചായ മുക്കിയിട്ടാണ് കഴിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ദോശയ്ക്ക് എനിക്ക് ചായ മാത്രമായാലും ചായ മുക്കി കഴിക്കാനും ഇഷ്ടമാണെന്ന്. അതിൻ്റെ ഇടയിൽ മറ്റാളിങ്ങനെ വന്ന് കിറുക്കാക്കുന്നുണ്ട്. ഒക്കെ വയ്യാഞ്ഞിട്ടൊരു ബുദ്ധിമുട്ടും മറ്റൊരു മൂത്ത മക്കളില്ലായിട്ടുള്ള ഇടങ്ങറുണ്ട്. അങ്ങനെ നമ്മുടെ കോഴിയൊക്കെ കായം തേച്ച് അവിടെ വെച്ചു. പിന്നെ തലേ ദിവസം ഞാൻ കടായി ഉണ്ടാക്കിയതിൻ്റെ വെളിച്ചെണ്ണ ബാക്കിയുണ്ടായിരുന്നു. വെളിച്ചെണ്ണ ആയതുകൊണ്ട് തന്നെ ഞാൻ കളഞ്ഞിട്ടില്ല. ഞാൻ ഒരു ദിവസം കൂടെ ഒക്കെ പൊരിച്ചിട്ട് ഇതാക്കാമെന്ന് വിചാരിച്ചതാണ്. അങ്ങനെ ആ കോഴിയെ തന്നെയാണ് പൊരിച്ചത് കേട്ടോ. അപ്പോൾ ഞാനൊരു കാര്യം പറയാം, നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ. എല്ലാവരും ഓരോ ലൈക്ക് ഇട്ട് കൊടുത്താൽ എനിക്ക് ഭയങ്കര ഉപകാരമായിരിക്കും. എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട്. അപ്പം ഈ ഒരു കടായിക്കാണ് പൊരിക്കുന്നത്, അതുകൊണ്ട് നല്ലോണം ഡീപ്പായിട്ട് നല്ല ഫ്രൈ ആവണ്ട, ചെറുതായിട്ടൊന്ന് കുക്കായാൽ തന്നെ നമുക്കിത് മാറ്റാം. ആ ഒരു പൊരിച്ച ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് മാത്രമാണ്. പിന്നെ ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. പിന്നെ എനിക്ക് അന്നൊരു വീഡിയോസ് എടുക്കാൻ കഴിഞ്ഞില്ല, കാരണം എല്ലാവരും കൂടെ ഉണ്ടല്ലോ, പിന്നെ വീഡിയോ എടുക്കൽ ബുദ്ധിമുട്ടാണല്ലോ. ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ്. നമ്മുടെ ചെടികളുടെ അടുത്തേക്കൊന്ന് ഇറങ്ങിയതാണ്, കുറച്ചൊരു മഴ വിട്ടുന്നപ്പോൾ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എല്ലാ ചെടികൾക്ക് നല്ല ഭംഗി വെച്ചിട്ടുണ്ടെന്ന്. അപ്പം ഇതൊക്കെ സിങ്കോണിയംസ് ആണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട ചെടികളിലൊരു ചെടി തന്നെയാണ് സിങ്കോണിയം. ഇഷ്ടമാണ് എനിക്ക് സിങ്കോണിയംസ്. അങ്ങനെ അതിൻ്റെ ഒരു 5-6 വെറൈറ്റീൻ്റെ കയ്യിലുണ്ട്. അതിമ്പോൾ വെള്ളം കൂടെ വീണിങ്ങനെ കിടക്കുമ്പോൾ ഒരു ഗ്ലേസിങ്ങും വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. മാഷാഅല്ലാഹ്, അടിപൊളിയാണ്. പിന്നെ അതേപോലെ ഈ ഒരു ചെടി നീലക്കൊടുവേലി അങ്ങനെ എന്തോണ് അതിൻ്റെ പേര്. അതൊന്നുമല്ല, ഇനി മഴക്കാലം കഴിയുമ്പോൾ നല്ലോണം പടർന്ന് നല്ലോണം അങ്ങോട്ട് കാടായി മാറും, പന്തലിച്ച് നിൽക്കുന്നതായിട്ട്. അപ്പോൾ അതൊക്കെ കുറേ വെട്ടി കൊടുക്കേണ്ടി വരും. അതേപോലെ തെച്ചികൾ നിറച്ചും പൂവിട്ടിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ശരിക്കും നല്ല വെയിലത്താണ് പൂവുണ്ടാവില്ലേ. പക്ഷേ നമുക്ക് മഴക്കാലം നേരത്തെ വന്നുകൊണ്ടിട്ടേക്കും എന്താണെന്നറിയില്ല, പൂക്കളും തന്നെ കാലം തെറ്റി വന്ന പോലെ ഉണ്ട്. തോനെ പൂക്കളുണ്ടായിട്ടുണ്ട്.
ചെടികളിനൊക്കെ ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടാവുമല്ലോ, എല്ലാവർക്കും ചെടികളൊക്കെ ഇഷ്ടമായിരിക്കും. എനിക്ക് പണ്ട് തൊട്ടേ ചെടികളൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ചെടികൾ ഇതേപോലെ എനിക്ക് എവിടുന്ന് ചെടികൾ കണ്ടാലും ഞാൻ കൊണ്ടുവരാനൊക്കെ ശ്രമിക്കും. അപ്പോൾ ഞാൻ നോക്കുമ്പോഴാണ് അവിടെ ഒരു മഞ്ഞ തെച്ചി പൂട്ട് കണ്ടത്. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, കാരണം പുറത്തേക്ക് അങ്ങനെ ഇറങ്ങലില്ല, അതുകൊണ്ട് തന്നെ കാണലില്ല. അപ്പോൾ അന്നിങ്ങനെ നോക്കുമ്പം കണ്ടതാണ്. പിന്നെ ഈ ഒരു റോസ് എന്താ സംഭവിച്ചെന്ന് അറിയില്ല, അവിടെ റോസ് ശരിയാവുന്നില്ല കേട്ടോ. ഈ റോസ് എന്നല്ല, സാധാരണ ഈ റോസിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, നല്ലോണം പൂവുണ്ടാവുന്നുണ്ട്. പക്ഷേ ഇപ്പം ഈ ഒരു റോസിനും പ്രശ്നം വരുന്നുണ്ട്. ശരിക്ക് ഗ്രോത്ത് ഇല്ല, വളരുന്നില്ല. അതേപോലെ ഇതളൊക്കെ എന്തോ പോലെ. ഇതൊക്കെ നിറച്ച് ഉണ്ടാവുന്ന റോസാണ് ശരിക്കും. അതിൻ്റെ കൂടെ തന്നെ വേറെ റോസും കൂടെ ഉണ്ട്, വയനാട് റോസ് എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ഒക്കെ അവസ്ഥ അങ്ങനെ തന്നെയാണ് കേട്ടോ. ഈ ഒരു പൂക്കളൊക്കെ കണ്ടോ, പൂവിട്ട ചെടികൾക്ക് ഒരു ഭംഗി ഉണ്ടാവില്ല, ഇലച്ചെടികൾക്ക് നല്ല ഭംഗി വെക്കുകയും ചെയ്യും. ഇതിവിടെ തന്നെ മുളച്ച് വന്ന് നമ്മുടെ മണി പ്ലാന്റ് ആണ് കേട്ടോ. എന്താ പറയുക, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെടികളിലൊന്നാണ് മണി പ്ലാന്റ്. ഇഷ്ടമില്ലാത്ത ചെടികൾ ഏതാണെന്ന് വിചാരിക്കും. അപ്പോൾ എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെടാത്ത ചെടികളായിട്ട് കുറേ ചെടികളൊന്നുമില്ല. പിന്നെ നമ്മൾ ഈ മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ടത്, ഈ ചട്ടികളിലൊക്കെ വെള്ളം നിൽക്കുന്നുണ്ടോ നോക്കണം കേട്ടോ. ആ ചെടിച്ചട്ടി ഞാൻ ഉണ്ടാക്കിയതാണ്, അതിന് ഞാൻ ഹോളിടാൻ മറന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ വെള്ളം നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെമ്പരത്തി പൂട്ടിട്ടുണ്ടായിരുന്നു. ആ പൂവിൻ്റെ വെയിറ്റ് കാരണം അതങ്ങോട്ട് ചാഞ്ഞ് വീണു. ഈ മഴവെള്ളം പൂവിൻ്റെ വെയിറ്റും എല്ലാം കൂടെ ആയപ്പോൾ നല്ല ഭംഗിയുള്ള ചെമ്പരത്തിയാണ് കേട്ടോ. പിന്നെ ഞാൻ ഒരിക്കൽ ഒരു വാഴക്കന്ന് ഞാൻ ആ പിന്നെ പ്ലാവിൻ്റെ സൈഡിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് വളർന്ന് കൊലച്ച് കായ പഴുത്തിട്ടപ്പോൾ അപ്പം വെട്ടി എടുക്കുകയാണ് ഹസ്ബൻഡ്. അപ്പം നമ്മളെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇന്നത്തെ. നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടമായാലും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.